പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. കർക്കിടകവാവ് ദിനമായ ഇന്ന് ഒരു കഥ കേൾക്കൂ. കാക്കയുടെ അനുഗ്രഹം. ആ ഗ്രാമത്തിൽ കർക്കിടക മാസത്തോടനുബന്ധിച്ച് പുഴയുടെ തീരത്ത് വാവ് ബലിയിടുന്നത് പതിവാണ്. കർക്കിടകവാവിനോടനുബന്ധിച്ച് പിതൃക്കൾക്കുള്ള ബലിയിടുന്ന ചടങ്ങിന് അനേകായിരങ്ങൾ അവിടെ എത്തി. അവർ ബലിപിണ്ഡം തയ്യാറാക്കി സമർപ്പിച്ചു. പലപ്പോഴും അവർ ആട്ടി ഓടിക്കുന്ന കാക്കകളെ വിളിച്ചു വരുത്താനായി കൈകൊട്ടി. സാധാരണ നിഴൽ കാണുമ്പോഴേ ഓടിച്ചു വിടുന്ന കാക്കകളെ കാത്തിരിക്കുന്ന ദിവസമാണെന്ന്. പതിവ് പോലെ അവർ ബലിയിട്ട് ബലിച്ചോറ് കുറച്ചകലെ കൊണ്ടുപോയി വച്ചു. എത്ര നേരമായിട്ടും കാക്കകൾ വരുന്നില്ല. അപ്പോൾ അവിടുത്തെ പ്രധാന കർമ്മി പറഞ്ഞു, നിങ്ങളെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുക, പിതൃക്കളുടെ അനുഗ്രഹമുണ്ടാവാൻ. മുതിർന്നവർ പലരും പ്രാർത്ഥിച്ചു. യാതൊരു മാറ്റവും ഉണ്ടായില്ല. അപ്പോൾ അദ്ദേഹം കൊച്ചു കുഞ്ഞുങ്ങളോട് ഉറക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. കുഞ്ഞുങ്ങൾ സ്നേഹത്തോടെ ഉറക്കെ വിളിച്ചു, മുത്തശ്ശ, മുത്തശ്ശി. ചിലർ അച്ഛ, അമ്മേ, അമ്മാവ, എങ്ങനെയൊക്കെ ഉറക്കെ വിളിച്ചു പ്രാർത്ഥിച്ചു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കൂട്ടം കൂട്ടമായി കാക്കകൾ ചിറകടിച്ച് പറന്നെത്തി. അവർ അവിടെ വച്ചിരുന്ന ചോറുരുളകൾ ഒന്നൊന്നായി കൊത്തിയെടുത്തു. കുട്ടികൾ സന്തോഷത്തോടെ വീണ്ടും വീണ്ടും കൈകൊട്ടി. മുതിർന്നവർ അത് കണ്ട് നെടുവീർപ്പിട്ടു. അപ്പോൾ അവിടെയുള്ള ഒരു വൃദ്ധൻ പറഞ്ഞു, കണ്ടില്ലേ, കുഞ്ഞുങ്ങളുടെ വിളി ആത്മാർത്ഥതയുള്ളതാണ്. അതുകൊണ്ട് പൂർവികർക്ക് വരാതിരിക്കാൻ പറ്റില്ല. കാക്കയുടെ രൂപത്തിൽ അവർ വന്നത് കണ്ടില്ലേ. നാം ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കാതെ മരിച്ചു കഴിഞ്ഞ് കർമ്മങ്ങൾ ചെയ്യുന്നതിൽ അർത്ഥമൊന്നുമില്ല. ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കുന്നവരെയാണ് മരിച്ചു കഴിഞ്ഞും നമുക്ക് ഓർക്കേണ്ടി വരിക. ഈ കുഞ്ഞുങ്ങളുടെ സ്നേഹം, അവരുടെ വിളി ആത്മാർത്ഥതയുള്ളതായിരുന്നു. അതുകൊണ്ടാണ് പിതൃക്കൾ കാക്കയുടെ രൂപത്തിൽ എത്തിച്ചേർന്നത്. അത് കേട്ട് പലരും കണ്ണു തുടയ്ക്കുന്നുണ്ടായിരുന്നു.